ഹായ് ഫ്രണ്ട്സ്, RB ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു കിടിലം വീഡിയോ ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ആ വീഡിയോ അറിയോ? എൻ്റെ നാട് വർഷങ്ങളോളം ആഗ്രഹിച്ചിരുന്ന ഒരു ഗ്രൗണ്ട് നവീകരണം, ഒരു ഗ്രൗണ്ട് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് എൻ്റെ നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ആ ഗ്രൗണ്ട് നവീകരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ലേ? നമുക്കൊന്ന് പോയി നോക്കാം. ഒരു അടിപൊളി വീഡിയോ തന്നെയാണ്. ഇതാണ് നമ്മൾ ആ പറഞ്ഞ ഗ്രൗണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റുഭാഗം ഫുള്ള് കാട് വന്ന് മൂടി കിടക്കുക. ഞങ്ങൾക്ക് കളിക്കാനുള്ള ഏരിയ വളരെ അടിച്ചുരുങ്ങിപ്പോയി. ഇതിൻ്റെ ചുറ്റുഭാഗം ഫുള്ള് ഒരു കൊക്കയാണ്. 4 ഭാഗത്തേക്കും പന്തടിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തു കൊണ്ടുവരാൻ കുറേ സമയം എടുക്കുക. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഈ ഒരു ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരിടുക. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം കിട്ടും. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിലെ പിന്നെ അതാണ് സൈഡിലൂടെ പോകുന്ന സമയത്ത് ഓട വീണ്. ഇതാണ് ഈ നമ്മളെ ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിലൂടെ കൊണ്ടുവന്ന് ഈ കാടൊക്കെ ഉണ്ടായിട്ട് വലിയ ബുദ്ധിമുട്ട് തടഞ്ഞു വെക്കുകയാണ്. ഏതായാലും ഞങ്ങളുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും മുമ്പന്തിയിൽ നിൽക്കുന്ന ക്ലബ്ബ്, കർഷകൻ ക്ലബ്ബും അതേപോലെ തന്നെ ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവാസി കർഷകനും നാട്ടുകാരും സംയുക്തമായിട്ട് ഇതേപോലെ കമ്പി വാങ്ങിയിട്ട് ചുറ്റുഭാഗം സ്ഥാപിക്കുക, എന്നിട്ട് വല കെട്ടുക എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന് നല്ലൊരു സംഖ്യ ചിലവുമുണ്ട്. ഞങ്ങൾ കുറച്ച് മുന്നേ കവുങ്ങ് വെച്ചിട്ട് ഒരു വല കെട്ടിയിരുന്നു. അതിൻ്റെ വലയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ കവുങ്ങ് പെട്ടെന്ന് ദ്രവിച്ചു പോയതിനോട് ഞങ്ങൾക്ക് അധികം കാലം കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഞങ്ങൾ പ്രവാസി കർഷകൻ്റെ പ്രതിനിധികൾ ഞങ്ങളിപ്പോൾ നാട്ടിലുള്ള സ്ഥിതിക്ക് ഞങ്ങൾ അവരുമായി കൂടി ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തി. നാട്ടുകാർ അറിയാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ഒരു ഗ്രൗണ്ട് തുടക്കം കുറിച്ച വിവരം എല്ലാവരും അറിയുന്നതാണ്. നിലവില് രാവിലെ മോർണിംഗ് വാക്കിംഗ് ഒരു 15-20ഓളം ആൾക്കാർ നിത്യേന വരുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഒരു ഗ്രൗണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ചുറ്റുഭാഗവും കമ്പി വെച്ചിട്ട് ഒരു നെറ്റ് സ്ഥാപിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് പ്രിയപ്പെട്ട നാട്ടിലുള്ള സുഹൃത്തുക്കൾ. അതിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് പ്രവാസി നിലവില് നമ്മുടെ നാട്ടിലുള്ള കർഷകരുടെ പ്രവർത്തകർ, നല്ല നല്ല കളിക്കാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു ഗ്രാമത്തിൽ നേരത്തെ പറയും. കുട്ടികൾക്കാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നാട്ടിലെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ അവിടെ അതിന് ചുറ്റും ഇപ്പൊ തൽക്കാലം മറ്റേ കാട് പിടിച്ച് കിടക്കുകയാണ്. കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ പാമ്പ് മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളാകുമ്പോൾ നമ്മൾ മുതിർന്നവരാകുമ്പോൾ വലിയ കുഴപ്പമില്ല, കുട്ടികളാകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അതിന് ചുറ്റും നമ്മൾ കമ്പി ഇട്ടിട്ട് നെറ്റ് ഇടുക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ എസ്റ്റിമേറ്റ് കണ്ടത് 25,000 റുപ്യാണ് ഇപ്പൊ കമ്പി ഇട്ടിട്ട് നെറ്റിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോ നമ്മൾ ഈ വെക്കേഷനിലും ഈ മാർച്ച് കഴിഞ്ഞിട്ട് വെക്കേഷനിൽ ക്ലബ്ബ് ഭാരവാഹികൾ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കാന്നുള്ള ഫുട്ബോൾ കോച്ചിങ്ങിന്റെ ഒരു ഉദ്ദേശം കൊണ്ട് അതും കൂടി കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ അതിനുള്ള പരിപാടിയിലാണ് നമ്മള്. അപ്പോ ഉബൈദ് ആണ് ആ മറ്റേ പിരിവില്, പ്രവാസി കർഷകന്റെ ഭാരവാഹിയായ ഉബൈദാണ് ആ പിരിവില് ആദ്യമായിട്ട് നമുക്ക് സംഭാവന തന്നത്. അപ്പോ എല്ലാ പലതുള്ളി പെരുവെള്ളം എന്നുള്ള രീതിയിലാണല്ലോ. എല്ലാവരും കൂടി കുറേശ്ശെ സഹായിച്ചാൽ നമുക്ക് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോ അതെ അതെ ഒരു നാട്ടിലൊരു ഗ്രൗണ്ട് ഉണ്ടായാലും നമുക്ക് വേറെ ഗ്രൗണ്ടിനുള്ള സാഹചര്യങ്ങളും സ്ഥലങ്ങളും ഇല്ല. നമുക്ക് കളിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഉള്ള വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നന്നായി കഴിഞ്ഞാൽ തന്നെ കുറെ കാലം നമുക്ക് കൊണ്ടു നടക്കാം. അപ്പൊ ഒരു ഗ്രൗണ്ട് നാട്ടിലുണ്ടായാൽ കുറെ നമുക്ക് മറ്റേ അസുഖങ്ങള് കുറെ കുറയും. കാരണം കളിയും മറ്റുള്ള നടത്തവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എൻഗേജ് ആകാൻ പറ്റും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ കുറേശ്ശെ ആയിട്ട് ആയാലും എല്ലാവരും സഹകരിക്കുക. നിലവില് എല്ലാ ഭാഗങ്ങളിലും 2-3 ഗ്രൗണ്ടാണ്. നമ്മുടെ ഈ നാട്ടിൽ ഇപ്പൊ ഒരു ഗ്രൗണ്ട് ഇപ്പം നല്ല രീതിയിൽ കൊണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പൊ കിട്ടിയ ഗ്രൗണ്ട് നമ്മൾ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. അപ്പം ഗ്രാമത്തിന് പൈസ കൊടുത്തിട്ട് നിർവഹിക്കുകയാണ്. ഇതെന്താ സംഭവം അറിയാം? ഇത് ഞങ്ങളേ എല്ലാ ഞായറാഴ്ചയും ഇത് പിന്നെ മോർണിംഗിന് വരുന്ന ഈ ആൾക്കാർക്ക് മുട്ടയും പഴം ഉണ്ടാകും ഓരോരുത്തരുടെ വക.
അതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇതൊരു സംഭവമാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ സ്പോൺസർ ഇത് ആരുടെ അറിയോ? സീലു റബീഖ് അല്ലേ? നമുക്ക് പ്രത്യേകം പറയണം. നമുക്ക് ഇത് ഇന്നത്തെ ദിവസം മാത്രമൊന്നല്ല. പോണേ അല്ല റഫീഖ. പിന്നെ ഇവിടെ ഇത് സാറ് നോക്കി വെച്ചില്ലേ, നെറ്റ് കെട്ടൽ നിർബന്ധല്ലേ? അല്ല തോമസ് അല്ല അല്ലേ? കെട്ടിട്ടേ നിർബന്ധ കുട്ടിമാനെ അല്ല, നെറ്റ് കെട്ടലേ നിർബന്ധമാണ് അറിയാം ഈ ഏരിയ. ഈ മുള്ള ഒഴിവാക്കണം. അതിന് കാട് അതിന് മെഷീൻ വെച്ചിട്ട് വെട്ടിയിട്ട് ഒഴിവാക്കും വേണം അല്ലേ ഈ മുള്ളില്ലേ? ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് നല്ല നല്ല കളിയാട്ടോ, അടിപൊളി കളി നടക്കുക. ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ ഗ്രൗണ്ടില്ലാത്തത് കൊണ്ട് അത് സജ്ജമാക്കുകയാണ്. ആളെ കുറച്ചിട്ട് ഇവിടെ ഗ്രൗണ്ട് എന്താ കാട്ടണേ ഉപയോഗിക്കാൻ ഇതൊന്ന് പറയും. ഇന്റർനാഷണൽ സ്റ്റേഡിയം ഒക്കെ ഇത് കണ്ട് ഞങ്ങൾ ഈ കാട് വെട്ടുന്ന സമയത്ത് ബ്ലേഡിന് വല്ലാതെ ഈ വല കൊടുക്കുക. അത് പഴയ വലയാണ്. ഞങ്ങൾ ആദ്യം ഇവിടെ കവുങ്ങ് നാട്ടിയിട്ട് ചുറ്റുഭാഗം നെറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഫുള്ള് കാടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ബ്ലേഡിന് ഇങ്ങനെ കുടുങ്ങുക. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു പിന്നെ ഇത് ഞങ്ങൾ പല ദിവസങ്ങളിലായിട്ടാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓരോരോ ദിവസം ഓരോരോ മോഡൽ. ഇപ്പം കാട് വെട്ടി ഫുള്ള് അത് ക്ലീനായി നോക്കുമ്പം പന്ത് പെട്ടെന്ന് താഴോട്ട് പോവുക. ഈ ഏരിയയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പന്ത് എടുത്തുകൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബാപ്പ മകനെ ഫുട്ബോൾ പരിശീലനത്തിലാട്ടോ. ബാപ്പ അടിപൊളി പരിശീലനത്തിലാണ്. നമ്മളെ മോന് ഏതാണ് അടി അറിയാം കണ്ടിട്ട് നിങ്ങൾ. ഇതാണ് ഇങ്ങനെയാണ് ഇതാക്കള് കുട്ടിക്കുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് കൊടുക്കുക. ഭാവിയിൽ നല്ലൊരു കളിക്കാരൻ ആവാനുള്ള ഒരാളാണ്. കണ്ടില്ല അവൻ്റെ അടി കണ്ടില്ലേ? അത് സൂപ്പറാണ് അടി. പരിശീലനം ഇപ്പം തന്നെ നല്ലോണം കൊടുത്തിട്ട് ഓനെ വേണ്ട രീതിയിൽ വളർത്തുക എന്നുള്ളതാണ് അവൻ്റെ ഒക്കെയുടെ ആഗ്രഹം. ഫോട്ടോ വിതരണം ചെയ്യുന്ന ഫോട്ടോ ഇതുണ്ട് ഞങ്ങൾ ഗ്രൗണ്ടിലേക്കുള്ള കമ്പിൻ്റെ വർക്ക് നടക്കുന്നത് രാത്രി കേട്ടോ. രാത്രി എന്നാൽ ഞങ്ങൾ ഓരോരുത്തർക്ക് ഓരോ ജോലികളുള്ളത്. ആ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാത്രിയാണ് അതിൻ്റെ ബെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ല ഇത് ഇന്റർനാഷണൽ വിടലാണോ അതോ എനിക്ക് വയസ്സുണ്ട് 100 വയസ്സിന്റെ പുറത്ത് കിടന്ന് കണ്ടു വെച്ചാല് അന്ന് വല്ലോണ്ടെങ്കിൽ ഓന് പോക്കില് ഓൻ്റെ 16 ആളുണ്ടാവും. നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 10 ആളുണ്ടാവും. ആ 10 ആൾ പറഞ്ഞ് ഇയാൾ പറഞ്ഞ് ഈ 10 ആൾ കേട്ട് അത് നടപ്പിലാക്കും. എല്ലാവരും അടിയാ. ഇപ്പം ഞങ്ങൾ നിന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് ഇപ്പോൾ 25 വരെ ഇപ്പോൾ ആ പറമ്പിൽ ഒരാളെ ജില്ലയിൽ അതിൽ മരങ്ങളൊക്കെ ഒരു മരങ്ങളൊക്കെ മുറിച്ചു കൊടുത്താണ്. അപ്പൊ അങ്ങനത്തെ കാലം കഴിഞ്ഞു പോയി. കൊറേ കാലങ്ങൾ കല്ലിട്ടില്ലേ? കല്ലിട്ട് എപ്പോഴാരല്ലേ ഞാൻ ഞങ്ങളെ ചരിത്രങ്ങൾ കേൾക്കാൻ അത് വേറൊരു രസം തന്നെയാണ്. അപ്പം ഒരു സ്ഥലത്ത് കമ്പി വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള സ്ഥലത്ത് നമ്മൾ ഗ്രൗണ്ടിൽ ഇതാ കമ്പി സ്ഥാപിക്കാനുള്ള കോൺക്രീറ്റ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തകർ അവിടെയും ഇവിടെയൊക്കെ ഓരോരോ പരിപാടിയിലാണ്. നമ്മളെ നാട്ടിലെ മുഴുവൻ പ്രവർത്തകരും ഇതിനു വേണ്ടിയിട്ട് സജ്ജാട്ടോ. എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് കമ്പി ഞങ്ങൾ ഇവിടെ നാട്ടി. ഗ്രൗണ്ടിന്റെ ഫസ്റ്റ് കമ്പി നാട്ടിലല്ലേ? അപ്പോൾ ഞങ്ങൾ കമ്പികൾ ഫുള്ള് ഞങ്ങൾ നാട്ടി കഴിഞ്ഞു. ഇനി ഞങ്ങൾ വല നിർത്തിയിട്ട് അത് കെട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു 6 മീറ്ററോളം ഹൈറ്റ് ഇട്ടത്.
അപ്പം വല ഫുള്ള് നിർത്തി വെച്ച് കുറേ വലകളവിടെ കെട്ട് കുടുങ്ങിയിട്ടുണ്ട്. അതൊക്കെ പേർത്ത് ഞങ്ങൾ ഏതായാലും പിന്നെ വല കെട്ടി സെറ്റാക്കാണ്. അപ്പോൾ ഏകദേശം ഞങ്ങളിപ്പോൾ കെട്ടി, ഇനി കുറഞ്ഞൊരു ഏരിയയും കൂടി കെട്ടാനുള്ളൂ. നമ്മുടെ ക്ലബിൻ്റെ ഓരോരോ പ്രവർത്തകരും ഓരോക്കെ ഓരോരോ പണികൾ അവിടെയും ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഈ സമയത്ത് പൊറാട്ടയും അതേപോലെ നല്ല കട്ടൻ ചായ അത് എല്ലാം പിന്നെ അതായത് സമയങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൈവള്ളിയാലും ചായ കിട്ടി. പൊറാട്ട കയ്യിൽ പൊറാട്ട, തൊള്ളയിൽ ചായ, പോണേ. ഒരു പണിയെടുത്തില്ല, ഇപ്പൊ വരിക എന്നിട്ട് ഇപ്പൊ വല കെട്ടുകയാണ് തിന്ന. വളരെ ദാരുണമായ ചർച്ചകൾ. ഇത്രയും ആൾക്കാർ ഇവിടെ നോക്കിക്കുമ്പോ നമ്മളെ കാക്ക മാത്രം. അപ്പം ഇപ്പൊ ടൈം എത്രയായി? 12 മണിയായി. നേരെ സൂര്യൻ ഒറ്റ കിട്ടുടുങ്ങി. വശത്തത് അവിടെ കളി നിർത്തിയില്ല. കാക്ക ഇറങ്ങി. ഞങ്ങളെ കുറേ കാലത്തൊരു അഭിലാഷമായിരുന്നത് നിങ്ങൾ നെറ്റ് ഇന്ന് ഞങ്ങളിവിടെ പൂർത്തീകരിച്ചിട്ടോ. ചുറ്റുഭാഗം ഞങ്ങൾ നെറ്റ് കെട്ടിയതാണ്. ഇനി നാളെ മുതൽ ഞങ്ങൾക്ക് ഒരു കളിയുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങിയ പണിയാണിത്. 6 മീറ്റർ. എത്ര കുഞ്ഞതിൻ്റെ ഹൈറ്റ്? എത്ര? 6 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഞങ്ങൾ വാങ്ങിയ വലയിൽ ഇതാ ഇത്ര വല ബാക്കിയുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. ഞങ്ങൾ പോസ്റ്റൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് അതിൻ്റെ ബാക്കിലേക്ക് കെട്ടാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൻ്റെ ഫുൾ വലയും നല്ല വൃത്തിയോട് കൂടി തന്നെ ചുറ്റുഭാഗം കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. ഇതേപോലത്തെ പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.